നമസ്കാരം. ഏവർക്കും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. അങ്ങനെ തുടർച്ചയായി രണ്ടാം ദിനവും നമ്മുടെ മാർക്കറ്റിൽ നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്നലെ നമ്മുടെ മാർക്കറ്റിലെ റാലിക്ക് എല്ലാ സെക്ടറും തന്നെ പങ്കുവഹിക്കുകയുണ്ടായി, ഇൻക്ലൂഡിംഗ് മെറ്റൽ, ഓട്ടോ, IT, ബാങ്കിങ്. തുടർന്ന് ബോർഡർ മാർക്കറ്റ്സും അതിൽ അണിചേരുകയുണ്ടായി. പ്രധാനമായും സഹായകമായത് പോസിറ്റീവായിട്ടുണ്ടായിരുന്ന ഗ്ലോബൽ ക്യൂസ് ആണ്. മിഡിൽ ഈസ്റ്റ് ടെൻഷൻസിന്റെ നീക്കത്തെ തുടർന്നാണ് ഇതൊക്കെ സാധ്യമായത്. എങ്കിലും ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ 2427.74 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തുകയുണ്ടായത്. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 2372.96 കോടി രൂപയുടെ ബൈ നടത്തിക്കൊണ്ട് സപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഈ മാസം വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ മാർക്കറ്റിലെ നെറ്റ് സെല്ലേഴ്സ് ആണ് 5000 കോടി രൂപയിലേറെ. അതേസമയം നമ്മുടെ മാർക്കറ്റിലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഫ്യൂച്ചറിലുള്ള ഷോർട്ട് പൊസിഷൻ 1 ലക്ഷം കോടി രൂപയുടെ മുകളിലായിട്ടാണ് തന്നെയാണ് നിലനിൽക്കുന്നത്. ഇന്ത്യൻ രൂപ ചൊവ്വാഴ്ച വൻ കുതിച്ചുചാട്ടം അമേരിക്കൻ ഡോളറിനെതിരെ നടത്തിയെങ്കിൽ കൂടിയും ഇന്നലെ ചെറിയ ഒരു ഫോൾ ആണ് കാണുവാനായിട്ട് സാധിച്ചത്. 11 പൈസയുടെ ഇടിവോട് കൂടി 86.09 എന്ന നിലയിലാണ് അമേരിക്കൻ ഡോളറിനെതിരെ വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. ഇനി നമ്മുടെ മാർക്കറ്റിലെ നിലവിലെ ട്രെൻഡ് അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം നമ്മുടെ മാർക്കറ്റ് സ്ട്രോങ്ങും ഫേമും ആയെന്നാണ്. കാരണം മിഡിൽ ഈസ്റ്റ് ടെൻഷൻസ് ഒക്കെ മാറി, കാർമേഘങ്ങളൊക്കെ മാറി, നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ മാർക്കറ്റിൽ നിലവിൽ കാണുന്നത്. പക്ഷേ ട്രംപിന്റെ താരിഫ് ഭീഷണി എന്നൊരു കാര്യം നമ്മൾ മറന്നുകൂടാ. നമ്മൾ ഇതൊക്കെ മറക്കുന്ന സമയത്തായിരിക്കാം ഇടിതി പോലെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഈ ന്യൂസ് വരുന്നത്. അതും കൂടി നമ്മുടെ മൈൻഡിൽ നമ്മുടെ പൊസിഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കരുതേണ്ടതായിട്ട് ഉണ്ട്. ഇന്നലെ നമ്മുടെ ADR സ്റ്റോക്സിൽ ഒരു മിക്സ്ഡ് സെന്റിമെന്റ്സ് ആണ് കാണുവാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ NSEയുടെ ഭാഗത്ത് നിന്നും പുതിയൊരു അറിയിപ്പ് വന്നിട്ടുണ്ട്. നമ്മളെല്ലാം ഈ ഇടയ്ക്ക് അറിഞ്ഞു, ഇലക്ട്രിസിറ്റി ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗിലേക്ക് എൻ്റർ ആവുകയാണെന്ന്. NSE അതിന്റെ ഭാഗമായിട്ട് ഒരു പുതിയ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി ഫ്യൂച്ചേഴ്സിന്റെ ട്രേഡിംഗ് ട്രാൻസാക്ഷൻ ചാർജ് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ട്രേഡേഴ്സിനെ ഈ സെഗ്മെന്റിലേക്ക് അട്രാക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ 6 മാസത്തേക്കായിരിക്കും ഈ ട്രാൻസാക്ഷൻ ചാർജസ് ഒഴിവാക്കുന്നത്. ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ US S&P 500ഉം നാസ്ഡാക്ക് ഒക്കെ അതിന്റെ റെക്കോർഡ് ഓൾ ടൈം ഹൈയുടെ അടുത്ത് തന്നെയായിട്ടാണ്. ഇന്നലെ ഒരു മിക്സ്ഡ് ആയ ട്രേഡിംഗ് ആയിരുന്നു US മാർക്കറ്റിൽ കാണുവാനായിട്ട് സാധിച്ചത്. മിഡിൽ ഈസ്റ്റ് ടെൻഷൻസ് ഒക്കെ മാറിയെങ്കിൽ കൂടിയും, കാരണം ഫെഡ് ചെയർമാൻ ജെറോം പവലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. US ഡോ ജോൺസ് ഫ്യൂച്ചർ നിലവിൽ 22 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടിയിട്ട് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ UK, ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾ ഇന്നലെ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. മിഡിൽ ഈസ്റ്റ് ടെൻഷൻസ് ഒക്കെ മാറിയെങ്കിൽ കൂടിയും യൂറോപ്യൻ മാർക്കറ്റ്സിന് എനർജിയിലുള്ള ആശങ്കയാണ് ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റ്സിൽ ഇന്നലെ ഒരു മോശമായ പ്രകടനത്തിന് പ്രധാനമായും കാരണമായത്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വന്നു കഴിയുമ്പോഴും ഇന്നൊരു മിക്സ്ഡ് സെന്റിമെന്റ്സ് ആണ് കാണുന്നത്. കൊമോഡിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ബ്രെന്റ് ക്രൂഡും ക്രൂഡ് ഓയിലും നേരിയ നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. തത്സമയം ഗോൾഡില് സ്ലൈറ്റ്ലി ഒരു ഇടിവാണ് കാണുന്നത്. ഇനി സ്പെസിഫിക് ആയിട്ട് നമ്മുടെ മാർക്കറ്റിൽ വരുമ്പോൾ നിലവിൽ ഇന്ത്യ വിക്സ് 13 എന്ന ലെവലിന് താഴെയാണ്. അതുകൊണ്ട് തന്നെ അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം മറ്റുള്ള നെഗറ്റീവ് ന്യൂസുകളൊന്നും വന്നില്ലെങ്കിൽ നിഫ്റ്റി 25,350 എന്ന ലെവലിലേക്കുള്ള പ്രയാണം തുടരുമെന്നാണ്. 25,350 എന്ന റേഞ്ച് നിഫ്റ്റി മറികടക്കുകയാണെങ്കിൽ തുടർന്ന് 25,500, 25,600 എന്ന റേഞ്ചുകളിൽ എത്തിപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണെന്നാണ് അഭിപ്രായം. ഇനി അഥവാ നിഫ്റ്റി 25,000 എന്ന റേഞ്ചിന് താഴേക്ക് പോവുകയാണെങ്കിൽ 24,850, 24,700 എന്നീ ലെവലുകൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലാണ്. ഇന്ന് നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറിയാണ് ജൂൺ മാസത്തെ. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് കണ്ടു തന്നെ അറിയണം 25,000 എന്ന റേഞ്ച് ഹോൾഡ് ചെയ്തിട്ട് നിഫ്റ്റിക്ക് ഇന്ന് ഫിനിഷ് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കി തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് കിടക്കാം. നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ ഇന്നലത്തെ റാലിയോട് കൂടിയിട്ട് ഒരു ബുള്ളിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് കാണുവാനായിട്ട്
സാധിക്കുന്നത്. 10-ഡേ 20-ഡേ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജസിന്റെ മുകളിലായിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. നിഫ്റ്റിയുടെ PCR ഇന്നലെ മാറിമറിയുകയുണ്ടായി. 1.13 ആയിട്ട് നിലനിൽക്കുന്നു. മാക്സ് പെയിൻ 25,200 എന്ന നിലയിലാണ് നിലനിൽക്കുന്നത്. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലേക്ക് 26,000 എന്ന സ്ട്രൈക്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. 25,250 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നടന്നിരിക്കുന്നത്. പുട്ട് സൈഡിലേക്ക് 25,200 എന്ന സ്ട്രൈക്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നു. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നടന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു കഴിയുമ്പോഴും ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ ചെറിയൊരു റാലിയെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചുള്ളൂ. തന്മൂലം തന്നെ ഡെയിലി ചാർട്ട്സിൽ ഒരു സ്മോൾ ബുള്ളിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു കൺസോളിഡേറ്റഡ് ആയ ട്രേഡിംഗ് ആയിരുന്നു കാണുവാനായിട്ട് സാധിച്ചിരുന്നത്. PCR 0.94 ആയിട്ട് നിലനിൽക്കുന്നു. മാക്സ് പെയിൻ 56,400 എന്ന റേഞ്ചിലും. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം ബാങ്ക് നിഫ്റ്റിയിൽ 57,000 എന്ന സ്ട്രൈക്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നു. 56,600 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് കാണുന്നത്. പുട്ട് സൈഡിലേക്ക് 56,000 എന്ന സ്ട്രൈക്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നെങ്കിലും 56,500 ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നടന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് കടക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഇന്ത്യൻ ഹോട്ടൽസ് JP മോർഗൻ സ്റ്റോക്കിന് ഓവർവെയ്റ്റ് കോൾ നൽകുകയുണ്ടായി. 16% അപ്സൈഡ് ആണ് സ്റ്റോക്കിൽ കാണുവാൻ സാധിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 890 രൂപ പെർ ഷെയറും ടാർഗറ്റും പറഞ്ഞിട്ടുണ്ട്. HUL ഗ്ലോബൽ ബ്രോക്കറേജിംഗ് സ്ഥാപനമായ നൗമ ഒരു ബൈ കോൾ സ്റ്റോക്കിന് നൽകിയിട്ടുണ്ട്. ടാർഗറ്റ് പ്രൈസ് 3,055 രൂപ പെർ ഷെയറും നൽകിയിട്ടുണ്ട്. ഐറിസ് ഇൻഫ്രാ സൊല്യൂഷൻസ് ഇന്നലെയായിരുന്നു NSEയിൽ സ്റ്റോക്ക് IPO ലിസ്റ്റ് ചെയ്യുകയുണ്ടായത്. 8% നഷ്ടത്തോടു കൂടിയിട്ടാണ് ലിസ്റ്റിംഗ് നടന്നത്. JSW എനർജി ജെഫ്രീസ് ബൈ എന്ന റേറ്റിംഗ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സ്റ്റോക്കിൽ 39% അവരുടെ അഭിപ്രായ പ്രകാരം അപ്സൈഡ് സ്റ്റോക്കിൽ പ്രതീക്ഷിക്കുന്നത്. 700 രൂപ പെർ ഷെയർ എന്ന ടാർഗറ്റ് പ്രൈസും പറഞ്ഞിട്ടുണ്ട്. PTC ഇൻഡസ്ട്രി കമ്പനിയുടെ സബ്സിഡിയറി ഒരു MOU ഫ്രഞ്ച് മിലിറ്ററിയുമായിട്ട് സൈൻ ചെയ്യുകയുണ്ടായി. JB കെമിക്കൽസ് US FDAയുടെ ഭാഗത്തു നിന്നും ആന്റി ഡിപ്രഷൻ ടാബ്ലറ്റ്സിനുള്ള അപ്രൂവൽ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ബാജൽ പ്രൊഡക്ട്സ് കമ്പനിക്ക് 100 കോടി രൂപ മുതൽ 200 കോടി രൂപ വില വരുന്ന പുതിയ ഒരു ഓർഡർ ലഭിക്കുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.